ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നൽകിയതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 43 അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങളെ ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അവിടെ തുടങ്ങുന്നതായിരിക്കുന്ന കാര്യം ദേശത്ത് ക്ഷാമം കഠിനമായി വന്നു എന്ന് പറഞ്ഞാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. യാക്കോബിൻ്റെ മക്കളെല്ലാം മിസ്രൈമിൽ യോസഫിൻ്റെ അടുക്കൽ വന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് തിരിച്ചു പോയി. പക്ഷേ ശിമയോനെ യോസഫ് അവിടെ ഇവരുടെ കൂടെ വിട്ടില്ല. ഇനി ഇളയൊരു മകനുണ്ട്, ബെഞ്ചമിനെ കാണാനുള്ളതായിരിക്കുന്ന, അതായത് തൻ്റെ സ്വന്തം അനിയനെ കാണാനുള്ളതായിരിക്കുന്ന ഒരു കൊതി യോസഫിലുണ്ടായിരുന്നുവെന്നും അങ്ങനെ ഒരു വരവിന് വേണ്ടി യോസഫ് പ്രതീക്ഷയോടെ ഇരിക്കുന്നുവെന്നും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 43 അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ യാക്കോബ് പറയുകയാണ്, ഇനി ആഹാരമൊക്കെ തീർന്നു, നിങ്ങൾ ഇനിയും മിസ്രൈമിൽ പോയി കുറച്ചും കൂടെ ആഹാരം കൊണ്ടുപോകണം. അപ്പോൾ അവിടെ യഹൂദ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾ പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇളയ സഹോദരൻ കൂടെ ഇല്ല, ബെഞ്ചമിൻ കൂടെ ഇല്ല എങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലണ്ട എന്നാണ് അവിടെ ആൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിനി അങ്ങോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം ഇവിടെ യാക്കോബിനെ ഉണർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം യഹൂദ വീണ്ടും അപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതിനകത്ത് ബാലനെ എൻ്റെ കൂടെ അയക്കി, ഓക്കെ, ഞാൻ അവന് ഉത്തരവാദിയായിരിക്കാം. ഈ യഹൂദയുടെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അല്ലേ, ബാലനെ അയച്ചില്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല, പക്ഷേ ഞാൻ അവന് ഉത്തരവാദിയായിരിക്കാം. മുമ്പ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ യോസഫിൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ യഹൂദയുടെ ജീവിതത്തിനകത്ത് ഒത്തിരി കുറവുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ആ സഹോദരന്മാരെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ യഹൂദയാണ് അവിടെ ഇനീഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കുന്നത്. അത് ഇസ്മേലിയർക്ക് അവന് വിറ്റ് കളയാം എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ ഇവിടെ വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ കുറേ നാളുകളായിട്ട് തൻ്റെ ഉള്ളത്തിലുള്ളതായിരിക്കുന്ന കുറ്റബോധമൊക്കെ ആയിരിക്കാം അല്ലെ ഈ ഒരു ഏറ്റുപറച്ചിലിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലെ. അവിടെ ഡയറക്റ്റായിട്ട് ആ പാപമൊന്നും ഏറ്റുപറയുന്നൊന്നുമില്ല എന്നിരിക്കലും അല്ലെ നമുക്കവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം. അവനെ എൻ്റെ കയ്യിൽ നിന്ന് അപ്പൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അവനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിൻ്റെ മുമ്പിൽ ഞാൻ നിർത്തുന്നില്ല എങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായി ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ് യാക്കോബിനെ കൺവിൻസ് ചെയ്താണ് അവിടെ നിന്ന് ബെന്യാമീനെയും കൊണ്ട് പിന്നീട് ഇവർ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞൊക്കെ കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ ആ ഭാഗത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ബെന്യാമീനെ കൂട്ടി പുറപ്പെട്ടു പോകുവാനായിട്ട് അപ്പൻ സമ്മതിക്കുന്നു. അങ്ങനെ അവർ ബെന്യാമീനെ കൂട്ടി പുറപ്പെട്ട് മിസ്രൈമിൽ യോസഫിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ സഹോദരന്മാർ കൂടെ അതിൻ്റെ ഒപ്പം ബെന്യാമീനെ കൊണ്ടുവരുന്നതായിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവൻ തൻ്റെ ഗൃഹവിചാരകരോട്, നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൊണ്ടുപോകുക, അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകിയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി നമ്മൾ അടുത്ത അധ്യായത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഒരധ്യായം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിക്കുക അല്ലേ. യോസഫിൻ്റെ കഥയുടെ ആ ഒരു ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്താൻ പോവുക. അപ്പോൾ ചേട്ടന്മാർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുവാൻ, തൻ്റെ അനിയന് വേണ്ടി ഭക്ഷണം ഒരുക്കുവാനൊക്കെ അവിടെ യോസഫ് കൽപ്പിക്കുക. അങ്ങനെ അവരെ വീട്ടിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരമൊക്കെ അവിടെ പാകം ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ശിമയോന് അവിടെ കാരാഗൃഹത്തിനകത്ത് പിടിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ ശിമയോനെയും അവിടെ പുറത്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പം ഈ യോസഫിനെ നമുക്ക് ആ ഭാഗത്ത് കാണാനായിട്ട് പറ്റും. ഈ യോസഫിൻ്റെ വീട്ടിലേക്ക് ഈ ഗൃഹവിചാരകൻ അവരെ കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു, കാലുകളെ കഴുകി, അവരുടെ കഴുതകൾക്ക് വരെ തീനെല്ലാം കൊടുത്ത് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഉച്ചയ്ക്ക് യോസഫ് വരുന്നതായിരിക്കുന്ന സമയമായപ്പോൾ ഭക്ഷണമെല്ലാം ഒരുക്കി വെച്ചു. അങ്ങനെ യോസഫ് വീട്ടിൽ വന്നു. അപ്പം തന്നെ ഈ ചേട്ടന്മാർ ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യം അല്ലേ, അവരുടെ കൈവശം അവർ കുറച്ച് കാഴ്ചയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ ആ കാഴ്ചയെല്ലാം കൊണ്ടുവന്ന് ഈ യോസഫിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവൻ്റെ മുമ്പിൽ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന് നമുക്ക് കാണാം. ഇതിപ്പോൾ 2-3 പ്രാവശ്യമല്ലേ നമ്മളിത് വായിക്കുന്നല്ലേ, ചേട്ടന്മാരിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടന്മാരിങ്ങനെ സാഷ്ടാംഗം
സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക അല്ലെ. ഒന്ന് നമസ്കരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ വിഷയം ഉണ്ടാക്കി ഇവിടം വരെ എത്തിച്ചെങ്കിൽ ഇപ്പോൾ എത്ര പ്രാവശ്യമാണ് യോസഫിൻ്റെ മുമ്പിൽ ഇവർ വീണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. ഇനിയും നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവർ വീണ്ടും സാഷ്ടാംഗം നമസ്കരിക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്നേരം യോസഫ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കുശലപ്രശ്നം ചെയ്ത് ഇങ്ങനെ ചോദിക്കുക, നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ, അവൻ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നുണ്ട് അവന് സൗഖ്യമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബെഞ്ചമിനെ കാണുന്നതായിരിക്കുന്ന ഇത്. അവൻ തല ഉയർത്തി നോക്കി തൻ്റെ അമ്മയുടെ മകനും തൻ്റെ അനുജനുമായ ബെന്യാമിനെ കണ്ടു എന്ന് അവിടെ പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, മകനെ ദൈവം നിനക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞു. ഈ അനുജനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ ആ പിടിച്ചു നിൽക്കാനുള്ളതായിരിക്കുന്ന ശേഷിയെല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ മനസ്സുരുകി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ മനസ്സുരുകിയപ്പോൾ തനിക്ക് കരയേണ്ടത് ആവശ്യമുണ്ടല്ലോ. ആ കരയേണ്ടതിന് വേണ്ടി ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. നമ്മൾ കണ്ടല്ലേ ആ സഹോദരന്മാർ ആ സമയത്ത് ഇതിൻ്റെ മുന്നേ അധ്യായത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അവിടെയും ജോസഫ് കരയുക അല്ലേ, മനുഷ്യരുടെ മുമ്പിൽ ഒന്നും കരയുന്നില്ല അല്ലേ. ദൈവത്തിൻ്റെ ആ ഒരു എന്തോ പറയുന്നത് ഈ സാഹചര്യങ്ങളിലൊക്കെ ഉള്ളിപ്പോയി കരയുന്ന മനുഷ്യരുടെ ആ കരച്ചിൽ മനുഷ്യരെ കരയിപ്പിക്കാത്തതായിരിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവസന്നിധിയിലിരുന്ന് സ്വയം സങ്കടം പറഞ്ഞ് കരയുന്നതായിരിക്കുന്ന ഒരു വ്യക്തി, ആ ജോസഫിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നെ അവൻ മുഖമൊക്കെ കഴുകി പുറത്ത് വന്നു, തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരാനായിട്ട് കൽപ്പിച്ചു. എന്നിട്ട് അവർ ഈ മിസ്രൈമ്യരും ഈ എബ്രായരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. അവർക്കത് വെറുപ്പാണ് അവർക്കത് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ജോസഫിനും മിസ്രൈമ്യർക്കും ഉള്ളതൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തും ഇവർക്കും പ്രത്യേകവും. അവിടെ ഇങ്ങനെ പറയുന്നത്, അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും, അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമ്യർക്ക് പ്രത്യേകവും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ളതായിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു, സന്തോഷമായി. അവർ ഓഹരിയെല്ലാം കൊടുത്ത് അയക്കുകയാണ് യോസഫ്. നമ്മൾ 44 കൂടെ ഇന്ന് ഈ കൂട്ടത്തിൽ അതിൻ്റെ ബാക്കി നമുക്ക് ഈ കൂടെ അങ്ങ് ചിന്തിക്കാം. കാരണം അതിൻ്റെ ഒരു ഏകദേശം കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് നമ്മളത് വേഗത്തിൽ ചിന്തിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പം അവിടെ ബെന്യാമീനുള്ള ഓഹരി കൊടുക്കുമ്പോൾ 5 ഇരട്ടി ഓഹരി കൊടുത്തു. 44 അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഗൃഹവിചാരകനോട് പറയുന്നുണ്ട്, എല്ലാവരുടെ ചാക്കിനകത്തും പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തൻ്റെ ദ്രവ്യം അവനവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വയ്ക്കുക. ഇളയവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള എൻ്റെ പാനപാത്രം എടുത്ത് അവൻ്റെ ധാന്യവിലയും വെക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജോസഫ് കൽപ്പിച്ചതുപോലെ ഗൃഹവിചാരകൻ ചെയ്തു. എന്നിട്ട് ഇവർ രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് ഇവർ പുറപ്പെട്ടു പോകുമ്പോൾ ഇവരുടെ പാണ്ടക്കെട്ടൊക്കെ എടുത്ത് ഇവർ പോവുകയാണ്. അപ്പോൾ ഗൃഹവിചാരകൻ എഴുന്നേറ്റ് പിന്നാലെ ഇവരുടെ പുറകിൽ ഓടി ചെല്ലാൻ യോസഫ് പറയുന്നു. അവിടെ ചെല്ലുന്നു, ഈ പാനപാത്രം അന്വേഷിക്കുന്നു. അത് ബെഞ്ചമിൻ്റെ ഒരു ചാക്കുകെട്ടിനകത്തുനിന്ന് കണ്ടെത്തുന്നു. അപ്പോൾ പറയുന്നുണ്ട്, കണ്ടെത്തുന്നത് ആരാണേലും അവൻ മരിക്കണമെന്നൊക്കെ ഇവരിടയ്ക്ക് പറയുന്നുണ്ട്. എന്തായാലും അത് ബെഞ്ചമിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അന്നേരം വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ഇവർ പറയും ഒന്നെങ്കിൽ അവർ മരിക്കണം, അല്ലെങ്കിൽ യജമാനന് ഞങ്ങളും അടിമയായിക്കൊള്ളാം എന്നുള്ളതായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവൻ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ആരുടെ പക്കൽ കാണുന്നുവോ അവൻ എനിക്ക് അടിമയായിരിക്കും, നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും എന്ന് പറഞ്ഞാണ് ഈ ചാക്കുകെട്ടൊക്കെ അഴിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ബെന്യാമിൻ്റെ ചാക്കിൽ പാനപാത്രം അവർ കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചപ്പോഴത്തേനും യഹൂദയാണ് അവിടെ വീണ്ടും പറയുന്നത് അല്ലേ. യഹൂദയുടെ ഉള്ളത്തിൽ ഒത്തിരി കുറ്റബോധം കിടക്കുന്നത് കൊണ്ടായിരിക്കും എല്ലായിടത്തും കയറി യഹൂദ സംസാരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എവിടെ സംസാരിക്കുമ്പോഴും യഹൂദ അവിടെ വളരെ ആക്റ്റീവായി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദ പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചതാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ അടിമയായിരിക്കും, നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ പോയിക്കൊള്ളുവിനെന്ന് ജോസഫ് പറയുന്നതായിരിക്കുന്ന സമയത്ത് യഹൂദ വീണ്ടും അവൻ്റെ അടുക്കൽ ചെന്ന് യാചിക്കുകയാണ് അല്ലേ. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് എന്ത് പറയണമെന്നുള്ളതും അറിയത്തില്ല. അവിടെ പറയുന്ന ഒരു കാര്യം അപ്പോൾ യഹൂദ പറയാണ്, അടിയൻ്റെ നേരെ കോപം ചൊലിക്കരുത്. യജമാനനെ എന്ന് വിളിച്ച് സംസാരിക്കുക, യജമാനനെ അടിയൻ്റെ നേരെ കോപം ചൊലിക്കരുത് അല്ലേ. ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും വാർദ്ധക്യത്തിൽ അവന് ജനിച്ച ഒരു മകനുമുണ്ട്. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തിനെ ശേഷിപ്പുള്ളൂ, അവൻ്റെ അപ്പൻ്റെ ഇഷ്ടനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് യജമാനൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ അപ്പന് ഈ ബാലനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, ഈ ബാലനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്നത്, അപ്പന് തന്നു വിടുവാനായിട്ട് ഒരു മനസ്സുമില്ലായിരുന്നു, ഞാൻ അവന് ഉത്തരവാദിയായിട്ട് നിൽക്കാമെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്.
അതിന് അതുകൊണ്ട് അങ്ങ് ഈ കാര്യം ഞങ്ങൾക്ക് സമ്മതിച്ച് തരണം എന്നൊക്കെ പറഞ്ഞാണ് യഹൂദ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൻ എടുത്തു പറഞ്ഞതായിരിക്കുന്നു, 1-2 കാര്യം പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു, ഇളയ സഹോദരനെ നിങ്ങളുടെ കൂടെ ഇനി ഇങ്ങോട്ട് വന്നില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞാണ് അപ്പൻ വിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അപ്പം പറഞ്ഞ ഡയലോഗ്സ് എല്ലാം ജോസഫിൻ്റെ മുമ്പിൽ യഹൂദ നിരത്തി വെക്കുക. അവിടെ പറയുകയാണ്, അവരിലൊരുത്തൻ എൻ്റെ അടുക്കൽ നിന്ന് പോയി അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയമെന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല. ഇനി നിങ്ങൾ ഇവനെയും കൊണ്ടുപോയി വല്ല ആപത്തുമൊക്കെ വരുത്തുമെന്നുള്ളതാണ് എൻ്റെ പേടി എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവന് ഉത്തരവാദിയായി നിന്നാണ് ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം അപ്പനോട് ബാലന് വേണ്ടി ഞാനാണ് ഉത്തരവാദിയായിരിക്കുന്നത്. എന്നിട്ട് പറയുക, അതുകൊണ്ട് ഞാൻ ബാലന് പകരം അടിയാൻ യജമാനന് അടിമയായിരിക്കും. അപ്പോൾ യോസഫിനോട് പറയുകയാണ്, അല്ലേ, ആ യഹൂദയുടെ ജീവിതത്തിൽ വന്നായിരിക്കുന്ന ഒരു മാറ്റമാണ്, അല്ലെ, പല ആവർത്തി നമുക്കത് കാണാനായിട്ട് കഴിയും. അപ്പം വന്നതായിരിക്കുന്ന ഒരു ചേഞ്ച്, ആ പണ്ടത്തെ കുറ്റബോധം തന്നെ ഭരിച്ചിട്ട്, അല്ലേ, ആ മനസ്സിനകത്ത് ഇനി അത് കിടന്ന് വിങ്ങാതിരിക്കാൻ തക്കവണ്ണം താൻ ഇപ്പം ലഭിച്ചതായിരിക്കുന്ന ഈ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഞാൻ ബാലന് പകരം അവിടെ അടിമയായിരിക്കും എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ താഴെ നമ്മൾ 44-ാം അധ്യായം വന്ന് നിൽക്കുന്നതായിരിക്കുന്ന കാര്യം, ബാലനില്ലാതെ എനിക്ക് പോയി കഴിഞ്ഞാൽ അപ്പന് വരുന്നതായിരിക്കുന്ന ഈ ദോഷമൊക്കെ ഞാൻ കാണേണ്ടി വരുമല്ലോ എന്ന് യഹൂദ പറയുന്ന ഭാഗം പറഞ്ഞാണ് ആ അധ്യായം നിർത്തുന്നത്. അടുത്ത 45-ാം അധ്യായത്തിനകത്താണ് അതിൻ്റെ ക്ലൈമാക്സ് കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ യഹൂദ സംസാരിച്ചു കഴിയുമ്പോൾ അവിടെ യോസഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ജോസഫ് തന്നെത്താൻ അടക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന ഭാഗമാണ് നമ്മൾ ഇനി അടുത്ത അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യഹൂദയുടെ ജീവിതത്തിൻ്റെ അകത്ത്, അല്ലേ, തനിക്കൊരു അവസരം ലഭിച്ചപ്പോൾ താനത് തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്കുകളൊക്കെ പറ്റും, ചില അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറ്റും. പക്ഷേ എന്നും നമ്മൾ ഒരേ മിസ്റ്റേക്കുകളിൽ നിൽക്കരുത് എന്ന് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ജയത്തോടെ മുന്നോട്ട് പോകുവാൻ, നമ്മൾ ഇന്ന് ചെയ്ത പാപം നാളെയും ചെയ്ത് ആ പാപത്തിനകത്ത് ജീവിക്കാതെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.